സ്വന്തം അച്ഛന്റെ തണലിൽ സിനിമയിൽ വന്നവൻ, അഭിനയിക്കാൻ അറിയില്ല എന്ന കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങിയവൻ, കാണാൻ കൊള്ളില്ല എന്ന് എഴുതി തള്ളിയവൻ, ഇതിനെയൊക്കെ മറികടന്ന് ഇതിനെയൊക്കെ അതിജീവിച്ച് ഇന്ത്യയിലെ തന്നെ ഒന്നാം നിര നായകനായി അദ്ദേഹം തകർത്താടി. അതെ, ഒരു തലമുറയുടെ നായകൻ സിനിമയിൽ നിന്ന് വിടവാങ്ങിയിരിക്കുകയാണ്. ഒരു കുഞ്ഞു കുടിൽ ആഗ്രഹിച്ച് സിനിമയിൽ വന്ന മനുഷ്യന് ഇന്ന് കിട്ടിയത് ഒരു കൊട്ടാരമാണ്. ഈ ആരാധകരും ഈ സൗഭാഗ്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം നല്ലൊരു ഉന്നമനത്തിനായിട്ട് സിനിമയിൽ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണ്. ഈ കേട്ട കുറ്റപ്പെടുത്തലുകളും തള്ളിക്കളയലും ചവിട്ടിത്താഴ്ത്തലുകൾക്കും എല്ലാം അദ്ദേഹം കൊടുത്ത മറുപടിയാണ് ഈ കാണുന്ന ജനക്കൂട്ടം. ഇന്ത്യയിൽ ഒരു നടനും ഇതുപോലുള്ളൊരു ജനക്കൂട്ടം ഉണ്ടാകില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ ചിലപ്പോൾ സ്വന്തം പേരിൽ തന്നെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ച വ്യക്തിയായിരിക്കും വിജയ്. തമിഴ്നാടിന്റെ രാഷ്ട്രീയ മുഖച്ഛായ മാറ്റാനായി അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി നന്മയിലേക്കുള്ളതാവട്ടെ. താങ്ക് യു വിജയ് സാർ, ഞങ്ങളുടെ കുട്ടിക്കാലം സന്തോഷമാക്കിയതിന്. താങ്ക് യു വിജയ് സാർ, ഞങ്ങളെ ഒരുപാട് പേരെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ചതിന്. എന്തൊക്കെ പറഞ്ഞിരുന്നാലും ആ ഒരു മനുഷ്യൻ പടിയിറങ്ങുമ്പോൾ ഇനി സിനിമയിൽ അഭിനയിക്കില്ല എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ തേങ്ങലുകൾ അനുഭവപ്പെടുകയാണ്. സ്വന്തം അച്ഛന്റെ തണലിൽ സിനിമയിൽ വന്നവൻ, അഭിനയിക്കാൻ അറിയില്ല എന്ന കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങിയവൻ, കാണാൻ കൊള്ളില്ല എന്ന് എഴുതി തള്ളിയവൻ, ഇതിനെയൊക്കെ മറികടന്ന് ഇതിനെയൊക്കെ അതിജീവിച്ച് ഇന്ത്യയിലെ തന്നെ ഒന്നാം നിര നായകനായി അദ്ദേഹം തകർത്താടി. അതെ, ഒരു തലമുറയുടെ നായകൻ സിനിമയിൽ നിന്ന് വിടവാങ്ങിയിരിക്കുകയാണ്. ഒരു കുഞ്ഞു കുടിൽ ആഗ്രഹിച്ച് സിനിമയിൽ വന്ന മനുഷ്യന് ഇന്ന് കിട്ടിയത് ഒരു കൊട്ടാരമാണ്. ഈ ആരാധകരും ഈ സൗഭാഗ്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം നല്ലൊരു ഉന്നമനത്തിനായിട്ട് സിനിമയിൽ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണ്. ഈ കേട്ട കുറ്റപ്പെടുത്തലുകളും തള്ളിക്കളയലും ചവിട്ടിത്താഴ്ത്തലുകൾക്കും എല്ലാം അദ്ദേഹം കൊടുത്ത മറുപടിയാണ് ഈ കാണുന്ന ജനക്കൂട്ടം. ഇന്ത്യയിൽ ഒരു നടനും ഇതുപോലുള്ളൊരു ജനക്കൂട്ടം ഉണ്ടാകില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ ചിലപ്പോൾ സ്വന്തം പേരിൽ തന്നെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ച വ്യക്തിയായിരിക്കും വിജയ്. തമിഴ്നാടിന്റെ രാഷ്ട്രീയ മുഖച്ഛായ മാറ്റാനായി അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി നന്മയിലേക്കുള്ളതാവട്ടെ. താങ്ക് യു വിജയ് സാർ, ഞങ്ങളുടെ കുട്ടിക്കാലം സന്തോഷമാക്കിയതിന്. താങ്ക് യു വിജയ് സാർ, ഞങ്ങളെ ഒരുപാട് പേരെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ചതിന്. എന്തൊക്കെ പറഞ്ഞിരുന്നാലും ആ ഒരു മനുഷ്യൻ പടിയിറങ്ങുമ്പോൾ ഇനി സിനിമയിൽ അഭിനയിക്കില്ല എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ തേങ്ങലുകൾ അനുഭവപ്പെടുകയാണ്.